സൂചിന്റെ ഓട്ടയെ കൂടെ ആനനെ അതിന്റെ അതേ വലുപ്പത്തിൽ കടത്തിവിടാൻ അള്ളാഹ്ക്ക് കഴിയുമെന്ന് വെച്ചാല് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് പറ്റി ചാടിക്കരി പറ്റുന്ന ഉത്തരം പറയാൻ നിൽക്കണ്ട. ഇനി പറ്റൂല എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ കഴിവിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലുമല്ല, ആ ചോദ്യത്തിനാണ് അവിടെ പ്രശ്നം. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കൂല, അത് അഖലെന്നൽക്ക് മുഹാലാണ്. എന്ന പോലെ ഈ വഹാബികള് അഹ്ലുസുന്നത്തിന്റെ അഖീദ പറയുന്ന എല്ലാ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഇടലുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് CM വലിയുള്ളാഹിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അതെങ്ങനെയാ ചങ്ങായിമാരെ സാധ്യമാവുന്നത്? അത് മുഹാലായ കാര്യല്ലേ? CM വലിയുള്ളാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയുമ്പോൾ CM വലിയുള്ളാനെ കൂടി പഠിച്ചത് അള്ളാഹു അല്ലേ? അപ്പൊ അതിന്റെ തദ്ബീർ കൂടി CM വലിയുള്ളാക്കാന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മുൻകിനാകുന്നത്? ഇനി ഏതെങ്കിലും ഉസ്താദ്മാര് CM വലിയുള്ളാനെ കുറിച്ച് മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്ന വീഡിയോ എടുത്ത് എനിക്ക് സെൻഡാക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അള്ളാഹു താലാക്കുള്ള ഒരു സിഫത്തും വേറൊരാൾക്കും ഇല്ല എന്നുള്ളത് പരമസത്യമാണ്. എന്നാൽ മജാസ് നിലക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. ലഖദ് ജാഅക്കും എന്നുള്ള ആയത്തിന്റെ അവസാനത്തിൽ കാണാം റഊഫുൻ റഹീമുൻ. അതൊക്കെ മുത്തുനബി തങ്ങളെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അത് മജാസ് നിലക്ക് പറയാണ്. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ വഹാബികളുടെ മെയിൻ പ്രശ്നം എന്താ അറിയോ? ഇവർക്ക് ഈ ഹഖീഖത്ത് എന്താണ്, മജാസ് എന്താണ്, മുംകിൻ എന്താണ്, മുഹാൽ എന്താണ്, ഇതൊന്നും മനസ്സിലാകാത്തോണ്ടുള്ള കുഴപ്പമാണ്. അതിന് ഇൽമുൽ ബലാഗന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ അങ്ങ് നേടിയെടുക്കണ്ടേ? ഹഖീഖത്ത് മജാസ് മനസ്സിലാക്കിയാൽ തന്നെ വഹാബികളുടെ ഫിത്നയിൽ നിന്ന് പകുതി നമുക്ക് കഴിച്ചിലാക്കാൻ പറ്റും. എന്താണ് ഹഖീഖത്ത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക്, ഒരു പ്രവർത്തനം നടന്നാൽ അത് ചെയ്ത ആളിലേക്ക് തന്നെ ചേർത്തി പറയുമ്പോഴാണ് ഹഖീഖത്ത് എന്ന് പറയാം. ഇനി ആ പ്രവൃത്തിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടായതിന്റെ പേരിൽ വേറെ ഒരാളിലേക്ക് ചേർത്തി പറയുമ്പോഴാണ് മജാസ് എന്ന് പറയാം. ഇത് മജാസ് എന്നുള്ളതൊക്കെ നമ്മളിടയിൽ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. നമ്മളിപ്പോ താമരശ്ശേരി ചുരത്തിന്റെ മേലെ കയറി നോക്കിയാല് ജാമിൽ ഫുത്തൂന്റെ പള്ളിയാണ്. അത് കാണുന്നവരൊക്കെ ചോദിക്കും ഇത് ആരുണ്ടാക്കിയ പള്ളിയാണെന്ന്. അപ്പൊ എല്ലാവരും പറയും അത് APC ഉണ്ടാക്കിയ പള്ളിയാണ്. യഥാർത്ഥത്തിൽ അത് APC ഉണ്ടാക്കിയ പള്ളിയാണോ? അല്ല, അവിടെ പണിക്കാർ കൂടി ഉണ്ടാക്കിയ പള്ളിയാ. പക്ഷെ APC അതിന്റെ കാർമ്മികത്വം നിർവഹിച്ചു എന്നാൽ APC ചേർത്തി പറയുന്നു. ഇതാണ് മജാസ്. എന്ന പോലെ മഹാന്മാരിലേക്ക് നമ്മൾ എന്തെങ്കിലും വിശേഷണങ്ങളൊക്കെ ചേർത്തി പറയുന്നുണ്ടെങ്കിൽ അത് മജാസ് എന്ന നിലക്കാണ്, അള്ളാഹ് കൊടുക്കുന്ന കഴിവിൽ നിന്നാണ്. അപ്പോ വഹാബിന്റെ ചോദ്യം വരും, അത്ര വലിയ കഴിവൊക്കെ അള്ളാഹ് കൊടുക്കുമെന്ന്. നിങ്ങൾ എന്തിനാ ചങ്ങായിമാരെ പരിധി നിശ്ചയിക്കുന്നേ? ഒരു പരിധി ഇല്ലാന്ന് അള്ളാഹ് പറയാണ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു കണക്കും ഇല്ലാണ്ട് അള്ളാഹ് കൊടുക്കും. അള്ളാഹ് കൊടുക്കുന്ന പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ഇത്ര വേജാറ്? ഈ ഫിത്തിനെ മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയത് വട്ടൂരികളാണ്. അവരാണ് പറയുന്നത് ആലം എന്നുള്ളതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടോ അതിന്റെ ഒക്കെ ഹഖീഖത്ത് നിലക്കുള്ള തദ്ബീർ CM വലിയുള്ളാഹി തങ്ങൾക്കാണ്. അത് മുഹാലാണോ മുംകിനാണെന്നൊക്കെയുള്ള അവിടെ വെക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആലം എന്നുള്ളതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെടൂലേ? ആ തങ്ങളെക്കാൾ മേലെയാണോ CM വലിയുള്ളാഹി? ഇവരെക്കാൾ എന്താ വഹാബിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചില വഹാബികൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഇസ്തിഹാസ് തവസ്സുലൊക്കെ നടത്തുന്നുണ്ടല്ലോ, എന്നാ പിന്നെ മുത്തുനബി തങ്ങളോട് സഹായം ചോദിച്ചൂടെ? മുത്തുനബി തങ്ങളല്ല അള്ളഹാനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ബദരീങ്ങളൊക്കെ വിളിച്ച് സഹായം ചോദിക്കുന്നത്? എന്താ അവിടെ വേറെ ഡിസ്റ്റ് ഉണ്ട്. ബദരീങ്ങളെ നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള വിവരം പോലും ഈ വഹാബിയക്കില്ല. അപ്പൊ ഹഖീഖത്ത് എന്താണ്, മജാസ് എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൂടെ എന്താണ് മുംകിനി, എന്താണ് മുഹാലി എന്നുള്ളതൊക്കെ ഉദാഹരണ സഹിതം വിശദീകരിക്കാം.